പാലക്കാട് ചൂട് അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ മരത്തിൻ്റെ അടിയിലായിട്ട് വരെ വേർത്ത് തുടങ്ങുകയാണ്. അത്രയധികം ചൂട് അനുഭവപ്പെടുന്നുണ്ട്. കാറ്റുണ്ട്, പക്ഷെ ഒരു കാര്യമില്ല, ചൂട് കാറ്റാണ് വീശുന്നത്. ഏകദേശം ഒരു ഉച്ചയൊക്കെ ആവുന്നതോടുകൂടി വലിയ ചൂട് വരുന്നു, വലിയ ക്ഷീണം വരുന്നു. ഈ കണ്ടോ, ഈ റോഡ് സൈഡിലൊന്നും സാധാരണയൊക്കെ നമ്മൾ പലരും നടന്നു പോകുന്നതൊക്കെ കാണാറുണ്ട്. കാരണം ഒരുപാട് തണൽ മരമുണ്ട്, അങ്ങനെ ഒരു ആശ്വാസം കിട്ടുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോഴൊന്നും ആരുമില്ല. കാരണം ചൂട് എല്ലാവർക്കും സഹിക്കാൻ പറ്റാതെ ആയിരിക്കുന്നു. കർശനമായ നിയന്ത്രണങ്ങൾ പാലക്കാട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ രണ്ടാം തീയതി വരെ, മെയ് 2 തീയതി വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമ്മർ ക്യാമ്പുകളൊന്നും ഈ ഒരു സമയത്ത് പാടില്ല എന്നുള്ളതാണ്. ആളുകളോട് ചോദിച്ചാൽ ഇതിൻ്റെ ഒരു തീവ്രത എത്രമാത്രം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളത്. ഇപ്പോൾ ചേച്ചി, എങ്ങനെയുണ്ട് പാലക്കാട്ടെ ചൂട്? എങ്ങനെയുണ്ട് സാറേ? വയ്യ, എന്താ അങ്ങനെ ചൂട് തന്നെ, ഒന്നും പറയണ്ട ചൂടിന്റെ കാര്യം. എന്താ ചെയ്യാ ഉച്ചയ്ക്ക് ആകുമ്പോ? പണി തന്നെ, 1 മണിയായാലേ പണി മാറൂ ഇവിടെ. അല്ല, സാറ് പറയുന്നുണ്ട് വയ്യാണ്ടായ മാറി നിന്നോളുന്ന് പറയുന്നൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ജോലി എടുത്താലേ നമ്മുടെ കാര്യം നടക്കുള്ളൂ. അല്ല, അതന്നെ. വെള്ളം കുടിക്കണല്ലേ ആവശ്യത്തിന്? വെള്ളമൊക്കെ ഇഷ്ടം പോലെ കുടിക്കുന്നത്. കടയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് കച്ചവടത്തിൽ ചൂട്. അതൊരു വശം. 30 വർഷത്തെ പ്രവാസ ജീവിതത്തിലെ ഒന്നും അല്ലാതാക്കി പാലക്കാട്. എൻ്റെ സ്വന്തം നാടാണ് ഇത്. ഇവിടെ തന്നെ ജനിച്ചു വളർന്നവനാണ്, പക്ഷെ താങ്ങാൻ കഴിയുന്നില്ല. അത്ര ചൂട് പ്രശ്നമാണ് എനിക്ക്. ഞാൻ അവിടെ ഇതിലും പറയും, അവിടെ പോലും മരങ്ങൾ പോലും ഇല്ലാത്ത നാട്ടിലാണ് ജീവിച്ചത്. പക്ഷെ ഇവിടെ ഇത്രയും ഉണ്ടായിട്ട് പോലും രാത്രി സഹിക്കാൻ പറ്റാത്ത ഒരു, അതായത് ഇതോടെ ഹ്യൂമിഡിറ്റി വളരെ പ്രശ്നം തന്നെയാണ്. വെള്ളത്തിന് ഇപ്പം മലമ്പുഴ അടുത്തായത് കാരണം ഞങ്ങളിതൊന്നും അറിയുന്നില്ല. പക്ഷെ വെള്ളം കിട്ടാത്ത പക്ഷികൾക്കൊക്കെ വെള്ളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാക്കകളൊക്കെ തനിയെ വീഴാണ് മരത്തുനിന്ന്. എല്ലായിടത്തും വെച്ചിട്ടുണ്ട് വീട്ടിൽ വെള്ളം കുടിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് നായയും പൂച്ചയൊക്കെ വീട്ടിൽ വന്ന് കിടക്കുന്നുണ്ട്. ആ വെള്ളം വരുന്ന വശത്തെ ആ തണുപ്പിലൊക്കെ. അവിടെ ലോട്ടറി കച്ചവടം നടത്തുകയാണ്. ഭയങ്കര ചൂടാണ്. ഉച്ചയാകുമ്പോ എന്ത് ചെയ്യാ? ഉച്ചയ്ക്ക് ഞാൻ വീട്ടിലേക്ക് പോകും. എന്നിട്ട് വൈകുന്നേരം വീണ്ടും വരും. പിന്നെയും വരും. 4 മണി മുഴുവൻ വിറ്റ് തീർക്കാനൊക്കെ പറ്റുമോ? അയ്യേ, എവിടെ പറ്റുന്നത്? അയ്യേ, അപ്പോഴേക്ക് റോഡിൻ്റെ ആദ്യത്തെ ആയില്ലേ. മുഴുവൻ നല്ല ചൂടായി തുടങ്ങും. പിന്നെ ആൾക്കാരും റോട്ടിലിറങ്ങില്ല. തള്ളി നീക്കിയേ പറ്റൂ. ഇനിയും ഒരാഴ്ചയുടെ അടുത്തൊക്കെ ഈ ഒരു ഉയർന്ന താപനില ഉണ്ടാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഏതായാലും അതിനെയും അതിജീവിക്കുക. ഇങ്ങനെ നമ്മൾ പല തരത്തിലുള്ള ദുരന്തങ്ങളെ അതിജീവിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ ഈ ചൂടിനെയും അതിജീവിക്കുക എന്നുള്ളതാണ് പാലക്കാട്ടുകാരുടെ ഒരു രീതി. AV മുകേഷിനൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.